ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ അടുത്ത ആഴ്ച പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ പ്രകാശൻ അറിയുന്നുണ്ട് കേട്ടോ തന്റെ മോൻ ജയിലിലാന്നുള്ള കാര്യം. സാധാരണ പ്രകാശൻ ആകെ ദേഷ്യം വരുവാണ്. പ്രകാശൻ നേരെ കിരണിന്റെയും അതുപോലെ തന്നെ കല്യാണിന്റെയും വീട്ടിലേക്ക് പോകുന്നുണ്ട്. എന്റെ മോൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, എന്നിട്ട് നിങ്ങൾ മനഃപൂർവ്വം കള്ള കേസ് കൊടുത്ത് എന്റെ മോനെ ജയിലിലാക്കിയിരിക്കുകയാണല്ലേ എന്ന് പറയുമ്പോൾ കിരൺ പറയണ്ട്, എടോ നാണോ ഇല്ലടോ തനിക്ക് ഇങ്ങനെ പറയണ്ടേ, തന്റെ മോനെ കുറിച്ച് തനിക്ക് നന്നായിട്ട് അറിയാവുന്നതല്ലേ, എന്നിട്ടും അവനെ ന്യായീകരിക്കാൻ തനിക്ക് നാണുല്ലടോ. ഈ പറയുന്ന കല്യാണി കാർത്തിക കാദംബരിയൊക്കെ തന്റെ മക്കൾ തന്നെയല്ലോ, മക്കളെ വെറുക്കാം, പക്ഷെ ഇങ്ങനെ കൊല്ലണ രീതിയിലേക്ക് വെറുക്കുന്നത് എന്തിനാടോ എന്ന് ചോദിക്കുമ്പോ പ്രകാശം പണ്ടേടാ എന്റെ മോൻ ഒരിക്കലും ആരുടെ തല തല്ലി പൊട്ടിച്ചിട്ടില്ല, നിങ്ങൾ കള്ള കേസിൽ കൊടുപ്പിച്ചിട്ട് എന്റെ മോനെ ജയിലിലാക്കിയതാണ്. അവളുടെ തല തല്ലി പൊട്ടിച്ചിട്ടുണ്ടെങ്കിൽ അവൾക്ക് വേറെ ശത്രുക്കൾ ഉണ്ടാവുമായിരിക്കും, അവരാരെങ്കിലും ആയിരിക്കും. എടോ കാർത്തികക്കാകെ 2 ശത്രുക്കളുള്ളൂ, ഒന്ന് തന്റെ മോനും താനും അതുപോലെ തന്നെ ആ ഗംഗപ്രസാദ് പറഞ്ഞ ആളും. അവൻ ജയിലിലാണ്, പിന്നെ അത് ചെയ്യാൻ മടിക്കാത്ത ഒരാളേ ഉള്ളൂ, താനും തന്റെ മോനും. തന്റെ ഒത്താശയോട് കൂടിയിട്ടല്ലോ തന്റെ മോൻ തല തല്ലി പൊട്ടിച്ചത്. ദേ കിരണെ, എന്റെ മോൻ ഒന്നും അങ്ങനെ ചെയ്തിട്ടില്ല, വെറുതെ അനാവശ്യം പറയരുത്. നീ നോക്കിക്കോ, എന്റെ മോനെ എങ്ങനെയെങ്കിലൊക്കെ ഞാൻ ജയിലിൽ നിന്ന് പുറത്തിറക്കും. ആണോ എങ്കിൽ താൻ ജയിലിൽ നിന്ന് പുറത്തിറക്ക്, നമുക്ക് കാണാം എന്ന് പറയണം. ആ കാണാടാ കാണാം എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പ്രകാശം പോവാട്ടോ. അങ്ങനെ പോകുന്ന വഴിക്ക് ബാലനെ കാണുന്നുണ്ട്. ആ പ്രകാശ, കുറെ നാളായാലും നിന്നെ കണ്ടിട്ട്, നീ എവിടെയായിരുന്നടാ? ഞാൻ കുറച്ച് അമ്പലങ്ങളിലൊക്കെ പോവായിരുന്നു, എന്റെ ശത്രുക്കളൊക്കെ പെട്ടെന്ന് തന്നെ ചത്ത് ചാവണേന്ന് പ്രാർത്ഥിക്കാൻ. എടാ നീ ഇപ്പോഴും നന്നായില്ലേടാ എന്ന് ചോദിക്കാണ്. ഇത്രയൊക്കെ അനുഭവിച്ചിട്ട് നന്നാവാത്തത് നീയും നിന്റെ മോൻ മാത്രടാ, നിന്റെ അമ്മ പോലും നന്നായാലോടാ. അമ്മ നന്നായി, അതിന് ഞാൻ നന്നാവണമെന്നുണ്ടോ? നോക്കിക്കോ, എന്റെ മോനെ ഇപ്പൊ ജയിലിൽ കിടക്കാണ്. അതവരെ കയ്യിൽ പോകണ്ടല്ലേ, കയ്യിൽ പോകണ്ടോ? പാരണ ദേ അണ്ണാന്ന് വിളിച്ച് നാം കൊണ്ട് വേറൊന്നും വിളിപ്പിക്കരുത് കേട്ടോ എന്ന് പറയണം. എടാ നീ ഇപ്പോഴും നിന്റെ മോനെ ന്യായീകരിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ അവിടെ പ്രകാശം. നീ നന്നാവടാ, ആ കല്യാണിനെ കാദംബരിനെ കാർത്തികനെയൊക്കെ നീ സ്നേഹിക്കടാ, അവരൊക്കെ നിന്റെ മക്കളല്ലേ എന്ന് പറയണ. അവസാന കാലഘട്ടത്തിൽ നിനക്ക് അവൻ മാത്രമേ ഉണ്ടാവുള്ളൂ, അങ്ങനത്തെ അവസാന കാലഘട്ടം എനിക്ക് വേണ്ടടാ. എന്റെ മോൻ ഇല്ലാത്ത ഒരു ഇതും എനിക്ക് വേണ്ട. എന്റെ മോൻ ഇപ്പൊ ജയിലിൽ കിടക്കാണ്, എല്ലാത്തിനും കാരണം ആ കല്യാണി എന്ന് പറഞ്ഞവളാണ്. നീ നോക്കിക്കോ, ഞാൻ ഇല്ലാതാവണം മുമ്പ് ആ കല്യാണി എന്ന് പറഞ്ഞ അവളെ ഇല്ലാതാക്കിയിട്ട് ഞാൻ പോകും അങ്ങ് ജയിലിലേക്ക്. നീ നോക്കിക്കോ, ആ കല്യാണിനെ ഇല്ലാതാക്കിയിട്ട് ഞാൻ ജയിലിലേക്ക് പോവാടാ, എന്റെ മോന്റെ കൂടെ ഞാനും പോയി കിടക്കും എന്നൊക്കെ പ്രകാശിന് പറയാണ്. അത് കേൾക്കൊക്കെ ബാലൻ വിചാരിക്കണ്ട, ഇവനൊന്നും ഒരു കാലത്ത് നന്നാവില്ല എന്ന് വിചാരിക്കണം. ശേഷം ബാലനങ്ങനെ നടന്നു പോണ സമയത്താണ് നമ്മൾ അമ്മൂമ്മേനെ കാണുന്നത്. ഭാനുമതി അമ്മയല്ലേ ഇത്? ഇതാര് ബാലനോ? എന്താ ബാല ഇവിടെ? അല്ല, ഞാൻ നിങ്ങളുടെ മോനെ കണ്ടിരുന്നേ. മോനോ? ആരെ? പ്രകാശനോ? അതെ, നിങ്ങളുടെ മോൻ തന്നെയല്ലേ. അതൊക്കെ മുമ്പ്, ഇനിയിപ്പൊ എനിക്ക് അങ്ങനത്തെ മോനൊന്നുമില്ല, എനിക്കൊരു കൊച്ചുമക്കള് മാത്രമേ ഉള്ളൂ, കാദംബരി, കല്യാണി, കാർത്തിക. വേറെ ആരും ഇനി മോനും ഇല്ല, പേരക്കുട്ടിയും ഇല്ല, ആരും ഇല്ല എനിക്കെന്ന് പറയണം. കല്യാണിയൊക്കെ സ്നേഹിച്ചത് കൂടി അമ്മൂമ്മയുടെ സ്വഭാവമൊക്കെ അങ്ങനെ മാറിയല്ലോ. അതെ, നല്ലവരുടെ കൂടെ കൂടുമ്പോഴേ നമ്മളും നല്ലതാവോടെ ബാല. അത് ഞാൻ കുറെ നാൾ മുമ്പ് നിങ്ങൾ പറഞ്ഞതല്ലേ. അന്ന് എന്റെ കണ്ണ് തുറപ്പിക്കാൻ പറ്റിയില്ല, ഇന്നെന്റെ കണ്ണ് തുറന്നു കല്യാണിയുടെ സ്നേഹം കൊണ്ടിട്ട്. എങ്കിലേ നിങ്ങളുടെ മോനെ ഞാനിപ്പോ കണ്ടിരുന്നു, കല്യാണിനെ ഇല്ലാതാക്കുന്നൊക്കെ പറഞ്ഞിട്ട് അവരിവിടുന്ന് പോയിരിക്കുന്നത്. ആര്? പ്രകാശനോ? അവനെന്റെ കല്യാണി മോളെ തൊട്ടാലേ അവരുടെ മുട്ടുകാലിനും തല്ലൊടിക്കും. അവനെന്തായാലും തീരുമാനിച്ച പോലെ തന്നെയാ പറഞ്ഞത്, കല്യാണിനെ ഇല്ലാതാക്കോന്നോ മലർത്തോന്നോ പിടിക്കോന്നോ ഉന്തിയിടോന്നോ കൊല്ലോന്നോ എന്തൊക്കെയാ പറയുന്നുണ്ടായിരുന്നു. എങ്കിലേ എനിക്ക് അവനൊന്ന് കാണണോലോടാ എന്ന് പറയാണ്. ശേഷം അമ്മൂമ്മ നേരെ പ്രകാശൻ ഇപ്പൊ നിൽക്കുന്നിടത്തേക്ക് പോകുവാട്ടോ. പ്രകാശൻ വാതിൽ തുറക്കുന്നുണ്ട്. അതിനുശേഷം പ്രകാശ് എന്താ അമ്മയും ചോദിക്കുമ്പോ, ഇല്ലടാ ഞാൻ നിന്റെ കൂടെ നിൽക്കാൻ വേണ്ടി വന്നതാണ് എന്ന് പറയാണ്. അമ്മ മനസ്സ് പറയുമെന്ന് വന്നല്ലോ അമ്മേ, വിക്രം ജയിലിൽ പോയി, ഇപ്പൊ എന്റെ അമ്മയെങ്കിലും എന്റെ കൂടെ വന്നല്ലോ, അതേടാ ഞാൻ വന്നടാ എന്ന് പറയാണ്. ശേഷം രാത്രി പ്രകാശൻ കിടക്കുമ്പോഴേക്കും അമ്മ വലിയൊരു ഇരുമ്പൊലൊക്കെ എടുക്കാണ്. ശേഷം പ്രകാശന്റെ കൈയും കാലൊക്കെ തല്ലി ഒടിക്കണം. അമ്മ എന്താ ചെയ്യണത്? നമുക്ക് വട്ടായോ? അതേടാ വട്ടായി, നീ എന്റെ കല്യാണി മോളെ കൊല്ലാൻ നോക്കൂലടാ. നീ നടന്നു പോയാലല്ലേ നിനക്ക് കൊല്ലാൻ പറ്റുള്ളൂ. നിന്നെ ഞാൻ കിടത്താൻ പോവാടാ, നിന്റെ വയറ്റിലൊന്നും നെഞ്ചത്തൊന്നും ഞാൻ ഇടിക്കില്ല, കാരണം ഇടിച്ചാൽ നീ ചത്തുപോകുന്ന എനിക്കറിയാം. നിനക്ക് ആകെ ആരോഗ്യമുള്ളത് കയ്യിലും കാലിലും മാത്രമല്ലേടാ, അതുകൊണ്ട് കാല് ഞാനിങ്ങനെ എടുക്കുകയാണ്. കാലെടുത്താൽ നീ പിന്നെ എങ്ങനെ കല്യാണി മോളെ കൊല്ലാൻ വേണ്ടി പോകും? അതുകൊണ്ട് നിന്റെ കാലിന് എടുക്കുവാടാ പ്രകാശ്. അതുകൊണ്ട് കാല് നന്നായിട്ട് അടിക്കുന്നുണ്ട്. പ്രകാശ് അയ്യോ അമ്മയെന്ന് പറഞ്ഞ് നിലവിളിച്ച് കരയുന്നുണ്ട്. പിറ്റേ ദിവസം പ്രകാശൻ രാവിലെ ഹോസ്പിറ്റലിൽ കിടക്കുന്നതായിട്ട് കാണിക്കുന്നത്. കയ്യും കാലൊക്കെ ഒടിഞ്ഞ് അങ്ങനെ കിടക്കാണ് പ്രകാശൻ. ആ ഒരു ഭാഗമാണ് പ്രൊമോയിൽ കാണിച്ചത്. ഇത് തിങ്കളാഴ്ച പ്രൊമോ മാത്രമാട്ടോ കാണിച്ചത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഫ്രണ്ട്സ്. ടേക്ക് കെയർ, ബൈ ബൈ.